അവിടെയുള്ള ഒരു വലിയ തിരുവനന്തപുരത്ത് ഉള്ള ഒരു വലിയ പള്ളിയിൽ അവര് 10 ദിവസത്തെ പരിപാടി സംഘടിപ്പിച്ചു. സമസ്തക്കാരുണ്ട്, തബ്ലീഗുകാരുണ്ട്, ജമാഅത്ത് ഇസ്ലാമിക്കാരുണ്ട്, മുജാഹിദിന്റെ പ്രതിനിധിയായിട്ട് ഒരാളെ വിളിച്ചു. അപ്പോ തിരുവനന്തപുരത്തെ നമ്മുടെ മുജാഹിദ് പ്രവർത്തകർ അവരെ എന്നെയാണ് സെലക്ട് ചെയ്തത്, ഈ സാധുവിനെ. അവര് പറഞ്ഞു എന്തായാലും നിങ്ങൾ വന്നേ പറ്റൂ. ഞാൻ കുറെ ഒഴിഞ്ഞുമാറൊക്കെ ചെയ്തു, പക്ഷെ സമ്മതിച്ചില്ല. അങ്ങനെ അവരുടെ ക്ഷണം സ്വീകരിച്ച് വിഷയം എന്താ വേണ്ടെന്ന് ചോദിച്ചപ്പോൾ പോലും പറഞ്ഞു എന്നോട് മടങ്ങാനുള്ള പരലോകമാണ്. നല്ല ശ്രദ്ധിക്കണം, പരലോകം പറയാനാ പോണു. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത തൗഹീദും ആഖിറത്തും റിസാലത്തും പറയാൻ ആര് വിളിച്ചാലും പോകുന്നുള്ളതാണ്. കാരണം പണ്ട് ഉമർ മൗലവി റഹ്മഹുല്ലാഹ് ഇതുപോലൊരു സ്ഥലത്തുനിന്ന് ഏറിട്ടി വണ്ടിട്ടുണ്ട്. നബിദിനത്തിന്റെ ആഘോഷത്തിന്റെ വേദി ചെന്ന് നബിദിനം വിദഅത്താന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഓടി. ഈ പാരമ്പര്യ മുജാഹിദിന്റെ പാരമ്പര്യം. ആ പാരമ്പര്യത്തിലൂടെ നമ്മൾ എന്ത് ചെയ്യും? അതനുഷ്ഠിക്കും. തീർച്ചയായിട്ടും എവിടെ വേദി കിട്ടിയാലും നമ്മൾ പറയും. എന്നിട്ട് ഈ ഉള്ളവർ പ്രസംഗിക്കുന്ന ആ സ്റ്റേജിൽ ഒരു ഉസ്താദുണ്ട്, മഹലത്തെ ഉസ്താദുണ്ട്, അവിടുത്തെ കാര്യപ്പെട്ട മൂന്നാല് അവരെ എന്തോ ഒരു സ്നേഹത്തോടു കൂടി സ്വീകരിച്ചെന്നറിയും. എന്നിട്ട് എന്റെ പേരിന്റെ നേരെ മേലെ മീലാദ് ക്യാമ്പയിൻ 2014-15 കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഇന്നലെ മിഞ്ഞാന്ന് മുതലാണ് ഈ അസുഖം വന്നത്. എന്താ അസുഖം? വാട്സപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഉണ്ട്. ഈ മീലാദ് ക്യാമ്പയിൻ എഴുതിയതും ഇപ്പുറത്ത് അബ്ദുൾ റഷീദ് ചളവറ എഴുതിയതും ചീഫ് ഇമാം പുത്തൂർ സലഫി മസ്ജിദിനൊക്കെ കൊടുത്തതും റൗണ്ട് ഇട്ടിട്ട് കണ്ടോ, ഇവര് പോയി വാപ്പസിന്ന് പറഞ്ഞു. തറവാട്ടിക്ക് തിരിച്ചു പോകണം. എവിടെ സമസ്തയില്ലേ? ഒരു വിവരമില്ല. ഈ ഖൗമിന് വിവരമില്ല എന്നുള്ള വിവരമുണ്ട്, അതുമില്ല. അങ്ങനെ ഉണ്ടാവും. എനിക്ക് തോന്നിയെന്താ വെച്ചാൽ ഈ ഖൗമിന് എന്താ പറ്റി? 3 അക്ഷരത്തിലുള്ള ഖൗമിന് വയസ്സായ അത്തും വിത്തും ഉണ്ടെന്ന് പറയും. ഇത് വെറും അത്തും വിത്തും മാത്രമുള്ള ഒരു സംഘമാണ്. ഞാൻ ഓല പറഞ്ഞതിന്റെ നാവ് കൊടുക്കണില്ല സമയത്ത്. വിവരമില്ല. ഇനി നോക്കി നിങ്ങള് ആട് പ്രചരിപ്പിക്കുന്ന കേട്ട പാതി കേൾക്കാത്ത പാതി. ഇന്നതാ എന്റെ കയ്യിൽ മൊബൈൽ ഫ്ലിപ്പ് ഉണ്ട്. ഈ സാധനം പോസ്റ്റ് ചെയ്ത് അത് നാടാകെ പ്രചരിച്ച് അതിന്റെ പുറകെ അതിന്റെ സത്യാവസ്ഥ എന്തെന്നുള്ള ക്ലിപ്പിന് വന്നോടുകൂടി ഒന്ന് ട്രെയിനിൽ വരുമ്പോ വിളിക്കണ്ടല്ലോ. ആദ്യം അടിച്ചു, ക്ലിയർ ആവണില്ല, പിന്നെ അടിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങൾ ക്ലിയർ ആയിട്ട് വൈകുന്നേരത്ത് വിളിക്കാൻ, എനിക്ക് ഇപ്പൊ തന്നെ പറയണം, നിങ്ങൾ എന്നോട് പൊരുത്തപ്പെടണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പേര് പറയുന്നില്ല, അല്ലെങ്കിൽ പറയാൻ നിർവാഹമില്ല. സഹോദരന്റെ പേര് മിഥിലാജ് എന്നാണ്. എവിടെയാ നാടൊന്നും എനിക്ക് കൂടുതൽ ചോദിച്ചില്ല, ഗൾഫിലാണ്. അദ്ദേഹമാണത് കണ്ട ബാധ്യത. ചെറുക്കണ്ടല്ലോ, മീലാദ് ക്യാമ്പയിൻ ചളവറ എന്നാ കണക്കട്ടെ. പക്ഷെ അദ്ദേഹത്തിന് വിഷയം മനസ്സിലായപ്പോ ആ സാധു വിളിച്ച് എന്നോട് പശ്ചാത്തപിച്ചു. എന്നോട് പശ്ചാത്തപിക്കാരെ പഠിച്ചോന്നല്ല. ഞാൻ പറഞ്ഞു അള്ളാഹ് എനിക്ക് പുറത്തിരട്ടെ, ഹൈറാക്കട്ടെ. അതിന്റെ ബാക്കിയും കൂടി ഉണ്ട്, അതുകൂടി പറഞ്ഞല്ല. ഒരു പക്ഷെ നാളെ അദ്ദേഹത്തിന്റെ വക തന്നെ ഫേസ്ബുക്കിൽ ഇൻഷാ അള്ളാഹ് വിശദീകരണം വരാൻ സാധ്യത. അദ്ദേഹം പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ പറഞ്ഞോളി, ഞാൻ പറഞ്ഞോളാം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആ CD ഒരു 1 മണിക്കൂർ 40 മിനിറ്റ് ഉണ്ടാവും. 9:20 തുടങ്ങി, 9:15 തുടങ്ങി, ഏകദേശം 10:45, 11:15 എന്റെ വണ്ടി 10:45 അവസാനിപ്പിച്ചു. അതില് അവിടുത്തെ പ്രവർത്തകർ തന്നെ പറഞ്ഞു, നിങ്ങൾ അവസാനം എന്തായാലും ഇത് പറയണം. അവര് പറഞ്ഞ രീതിയിൽ തന്നെ പറയണം. നിങ്ങളൊരു ആവേശമുണ്ട്, ആ ആവേശത്തെ പറയുന്നത്. ചളവറക്കൊരു ആവേശമുണ്ട്, അങ്ങനെ പറയരുത്. ഞങ്ങളുടെ ഒരു തീരുമാനത്തിനനുസരിച്ച് നിങ്ങൾ പറയണം. ശരി, ആയിക്കോട്ടെ, പ്രശ്നമല്ല, എന്തായാലും ഞാൻ പറയും. അങ്ങനെ അവസാനത്തെ ഒരു 15-20 മിനിറ്റിലധികം വരുന്ന സമയം അവിടെ നിന്ന് എന്ത് സംസാരിച്ചു? ഈ ബോർഡ് എന്ന് പറഞ്ഞിട്ട് മീലാദ് ക്യാമ്പയിനുമായി ബന്ധപ്പെടുത്തി അത് അനിസ്ലാമികമാണ്, റസൂലുള്ള വഫാത്തായ ദിവസമാണ്, അന്ന് ആഘോഷിക്കാൻ പറ്റൂല. അപ്പൊ ഞാൻ ഈ പറഞ്ഞ സംഗതികളുടെ 1-2 പോയിന്റുകളൊക്കെ വെച്ചിട്ട് കൃത്യമായി പറഞ്ഞു. 7 മിനിറ്റ് 24 സെക്കൻഡാക്കി ചുരുക്കിയിട്ട് എല്ലാവരുടെ മൊബൈലിൽ നിന്ന് കിട്ടാണ്ട് ഞാൻ തന്നെ പലരുടെയും മൊബൈലിൽ അത് അയച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയ 2-24 മിനിറ്റുള്ള ക്ലിപ്പ് വേറെ വരുന്നുണ്ട്, അതൊന്ന് കേട്ടാൽ മതി ഇൻഷാ അല്ലാഹ്. ഇനി മുഴുവനായി തന്നെ അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെറിയൊരു ക്ലിയർ കുറവുണ്ട്. പുറത്തുനിന്ന് ഈ സാധനം കുത്തി വെക്കാതെ റെക്കോർഡ് ചെയ്തോണ്ട്. ഞാൻ എന്തിനത് പറഞ്ഞു വെച്ചാല്, ചില ആളുകൾ ഇതിൽ കേട്ട പാതി കേൾക്കാത്ത പാതിയുടെ അടിച്ച് തകർത്ത് നിങ്ങൾ അലിച്ചൊക്കെ എന്ത് ജാതി മനുഷ്യത്വമില്ലാത്ത പ്രവർത്തനം. അതൊക്കെ എന്താണെന്നൊന്ന് അന്വേഷിക്കാതെ ഒരു ഫാസിഖ് ഒരു വാർത്തയുമായി വന്നാൽ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണമെന്ന ഖുർആനിന്റെ പ്രസ്താവന പോലും എനിക്ക് മനസ്സിലായത് എന്തറിയോ? ഇവരുടെയൊക്കെ സഹിഷ്ണുത എന്ന് പറഞ്ഞാൽ സ്വന്തം ഗ്രൂപ്പിനോട് മാത്രമേ ഉള്ളൂ. സ്നേഹം അത് അവനാന്റെ ഗ്രൂപ്പിനോട്, കാരുണ്യം സ്വന്തം ഗ്രൂപ്പിനോട്, സഹവർത്തിത്വം സ്വന്തം ഗ്രൂപ്പിനോട്. അങ്ങനെ ഇസ്ലാം പഠിപ്പിച്ച് അങ്ങനെയാണോ? അങ്ങനെയല്ല. ഇതൊക്കെ ചെറിയ ക്ലിപ്പാ. മുജാഹിദ് ക്ലിപ്പ് എത്ര വന്നത് കണ്ടോ? അമ്പലത്തിൽ എത്ര എന്തെങ്കിലും ഇവിടെ സംഭവിച്ചു? ഒന്നും സംഭവിക്കല്ല.